എൻ്റെ ഉമ്മ ആയിക്കോട്ടെ, എൻ്റെ അനിയനെ. അപ്പം വാപ്പ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ നേരെ അനിയൻ മരിച്ചു. ഇക്കാക്ക് അറിയാവുന്ന സ്റ്റോറിയാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞനിയനെയും ഉമ്മയും ഞാനും മാത്രമായി ഞങ്ങളൊരു ഫ്ലാറ്റിൽ ഒതുങ്ങിയ ആൾക്കാരാണ്. ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് ആളുകളുമായിട്ട് അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ചേർന്ന് പോകാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഒതുങ്ങി താമസിക്കുന്ന ആൾക്കാർ. അതൊക്കെ കഴിഞ്ഞ് 2015 വാപ്പ മരിക്കുന്നത്. അനിയൻ മരിക്കുന്നത് 16 തുടക്കത്തിലാണ്. അത് കഴിഞ്ഞ് 2020 വരയ്ക്കും ഞങ്ങൾ എന്താണോ എവിടെയാണോ എന്നുള്ളതൊന്നും ആളുകൾക്ക് അധികം അറിയില്ലായിരുന്നു. ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ പിന്നെ ഞാൻ എൻ്റെ ലാജോ സാറിനെ അസിസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ സിനിമ ഒക്കെ അസോസിയേറ്റ് ചെയ്ത് അസിസ്റ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ 20 ഞാനൊരു പടം ചെയ്യാൻ വേണ്ടി ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ലക്ഷദ്വീപിൽ പോയി ലക്ഷദ്വീപുകാരോട് ഇടപഴകിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഈ പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി വരികയും ലക്ഷദ്വീപിന് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു, ആളുകളൊക്കെ ശ്വാസം മുട്ടി തുടങ്ങി, ആൾക്കാരൊക്കെ ഈ ഗുണ്ട ആക്ട് അങ്ങനെ കരിനിയമങ്ങളാണല്ലോ പുള്ളി പാസ്സാക്കാൻ ശ്രമിച്ചത്. അതൊക്കെ ഇക്കന്ന് നമ്മളൊപ്പം നിന്നിട്ടുണ്ട്, നികേഷ് സാറ് നമ്മളൊപ്പം നിന്നിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കി കൂടെ നിന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും.